16 ഇപ്പോഴും ലീഡ് 16 ജയിച്ചു അല്ലെ 16 BJP ജയിച്ചു 12 LDF ജയിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള യാത്രയിലാണ് എന്ന് തന്നെ പറയാം. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ളത്. അതിപ്പോഴും LDF UDF തമ്മിലാണ്. യെസ്, അതാണ് ചിത്രം. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം കൃത്യമായി മേധാവിത്വം ഒരു കക്ഷിക്കും നൽകാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചില ജില്ലകളിൽ ഇടതുമുന്നണിയെങ്കിൽ മറ്റിടങ്ങളിൽ UDF എന്ന ചിത്രമുണ്ട്. അപ്രതീക്ഷിതമായ മുന്നേറ്റം NDA നടത്തുന്ന ഇടങ്ങളുമുണ്ട്. അങ്ങനെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായ തരംഗ സൂചനകളൊന്നും പ്രകടമല്ല ഇതുവരെ എന്നതാണ് ചിത്രം. അതാണ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷം അവരുടെ കൊല്ലം, കോഴിക്കോട് പോലെയുള്ള നഗരമേഖലകൾ, ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം കോട്ടയത്തെയും ഒപ്പം കൊച്ചിയിലെയും തൃശ്ശൂരെയും ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ തിരിച്ചുവരവിൻ്റെ സൂചനകളുമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് UDF തിരിച്ചു വരുന്നു എന്ന സൂചനകൾ പങ്കുവയ്ക്കപ്പെടുന്നു. കൊച്ചിയിലും സംഭവിക്കുന്നതാണ്. ഇതാണ് സാഹചര്യം. അതേസമയം അഭിമാന പോരാട്ടമായ തിരുവനന്തപുരത്ത് NDA വലിയ ലീഡ് നിലനിർത്തി പോകുന്നു എന്നതാണ് സാഹചര്യം. ശക്തമായ പോരാട്ടം സംഭവിക്കുന്നു എന്നതാണ്. ഒപ്പം തൃശ്ശൂരെ കണക്കിൽ NDAയും വലിയ രീതിയിലുള്ള ഫിഗർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ. അങ്ങനെ NDA ഒരു വലിയ ഫാക്ടറാകുമോ തൃശ്ശൂരിൽ എന്ന പ്രധാനപ്പെട്ട ഘടകം കൂടി അവിടെ നിന്നും ഉയർന്നു വരുന്നു. മുനിസിപ്പാലിറ്റികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 36 എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഏകപക്ഷീയമായിട്ട് തന്നെ LDF മുന്നേറുന്നു എന്നുള്ള കാഴ്ച കാണുന്നു. അതേസമയം മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ UDFന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ്. അതാണ് മുനിസിപ്പാലിറ്റികളുടെ കണക്കിൽ ഇത്ര വ്യത്യാസം വരുന്നത്. മലപ്പുറത്ത് 12-ൽ 11 മുനിസിപ്പാലിറ്റികളിലും UDF ആണ് മുന്നേറുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് നെടുമങ്ങാട് വലിയ മുന്നേറ്റമാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 42 വാർഡുകളിൽ 22 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 28 LDF ജയിച്ചു കഴിഞ്ഞു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDF നേടിയത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 46 വാർഡുള്ളിടത്ത് 5 LDF ലീഡ് ചെയ്യുകയാണ്. വർക്കല മുനിസിപ്പാലിറ്റിയിൽ 34-ൽ 6 LDF ലീഡ് ചെയ്യുന്നു. അങ്ങനെ 3 മുനിസിപ്പാലിറ്റികളിലും ലീഡുണ്ട്. ആറ്റിങ്ങലിലും 4-ൽ 4 ലീഡ് നേടിയിരിക്കുന്നത് LDF ആണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് NDA തന്നെയാണ്, BJP തന്നെയാണ്. 16 ആയിട്ട് കണക്ക് കൂടിയിരിക്കുന്നു. 16 ലീഡ് ചെയ്യുന്നു. 16 ജയിച്ചു, BJP ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തായാലും BJP ലീഡ് ചെയ്യുന്നു. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ തിരുവനന്തപുരം ജില്ലയിൽ ലീഡ് കൃത്യമായിട്ട് നേടിയിരിക്കുന്നത് LDF ആണ്. UDFന് ഇത്തവണയും നേട്ടമുണ്ടാക്കാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വർക്കലയിൽ വലിയ മുന്നേറ്റം LDF നേടുന്നു. നെടുമങ്ങാടും അങ്ങനെ തന്നെ, നെയ്യാറ്റിൻകരയിലും അങ്ങനെ തന്നെ. കൊല്ലത്ത് കോർപ്പറേഷനിൽ LDFന്റെ മുന്നേറ്റം. അതേസമയം പുനലൂർ നഗരസഭയിലും കൊട്ടാരക്കരയിലും കരുനാഗപ്പള്ളിയിലും പരവൂരിലും 4 LDFന്റെ മുന്നേറ്റമാണ്. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ